അപ്പൊ തീരുമാനമായില്ലേ? അത് ഏകദേശം തീരുമാനമായെന്ന് തോന്നുന്നു. ചർച്ചകൾക്കും ആകാംക്ഷകൾക്കും അവസാനമായി സംസ്ഥാന ചലച്ചിത്ര അക്കാദമി പുരസ്കാരങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കും. പ്രവചനാതീതമായ മത്സരമാണ് ഇത്തവണ പുരസ്കാര നിർണയത്തിലുണ്ടായത്. ലോകോത്തര നിലവാരം പുലർത്തിയ സിനിമകളുടെ നീണ്ട നിരയാണ് ഇത്തവണ മത്സരം കടുപ്പിച്ചത്. അവസാന ഘട്ടത്തിൽ പരിഗണിക്കപ്പെട്ട സിനിമകളിൽ ഭൂരിഭാഗവും ഒന്നിനൊന്നു മികച്ചവ. സിനിമകളുടെ സ്ക്രീനിംഗ് ദിവസങ്ങൾക്ക് മുൻപേ പൂർത്തിയായതാണ്. അന്തിമഘട്ട ചർച്ചകളും ഇന്നലത്തോടുകൂടി അവസാനിച്ചു. ഇനി പ്രഖ്യാപനമാണ്. ഇതൊക്കെയാണ് സാധ്യതകൾ. സിനിമയായതുകൊണ്ട് നമുക്ക് പ്രവചിക്കാനേ പറ്റും, ഉറപ്പില്ല. മികച്ച സിനിമ ആടുജീവിതം, ഉള്ളൊഴുക്ക്, കാതൽ 2018. മികച്ച സംവിധായകൻ ബ്ലെസ്സി, ആടുജീവിതം. ജിയോ ബേബി, കാതൽ. ക്രിസ്റ്റോ ടോമി, ഉള്ളൊഴുക്ക്. മികച്ച നടൻ പൃഥ്വിരാജ്, ആടുജീവിതം. മമ്മൂട്ടി, കാതൽ. ടൊവിനോ 2018 അദൃശ്യതാരങ്ങൾ. മികച്ച നടി പാർവതി, ഉള്ളൊഴുക്ക്. ഉർവശി, ഉള്ളൊഴുക്ക്. അനശ്വര രാജൻ, നേര്. അല്ലേ? സാധ്യതകളാണ്, ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഉള്ളൊഴുക്കിലെ ലീലാമ ഉർവശിയുടെ അഭിനയ ജീവിതത്തിൽ 6ാം സംസ്ഥാന പുരസ്കാരമാകും. മമ്മൂട്ടിക്ക് തുടർച്ചയായി 2ാം വർഷത്തെ മികച്ച നടനുള്ള അവാർഡും. അതേസമയം പുരസ്കാര പ്രഖ്യാപനത്തിലാകെ ആടുജീവിതത്തിന്റെ അപ്രമാദിത്യം വിലയിരുത്തപ്പെടുന്നു. പരിഗണിക്കപ്പെട്ട 160-ൽ 84 ഇത്തവണ നവാഗത സംവിധായകരുടെ ചിത്രങ്ങളായിരുന്നു. മതി ബാക്കി ഇന്ന് ഉച്ചയ്ക്ക് മന്ത്രി പറഞ്ഞോളൂ. അപ്പോ ഓക്കെ. പുരസ്കാര ജേതാക്കൾ ആരാകുമെന്ന ആകാംക്ഷയിൽ തിരുവനന്തപുരം ബ്യൂറോക്കൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1.